ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സിനെ ചൂസ് ചെയ്തതിന് ശേഷം അവർക്ക് 2 days റെസിഡൻഷ്യൽ ക്യാമ്പ്, വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു 2 days റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വയനാട്ടിൽ തന്നെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു റിസോർട്ടായിട്ടുള്ള നമ്മുടെ ക്രിക്കറ്റ് തീം ബേസിൽ ചെയ്തിട്ടുള്ള ലോഡ്സ് 83 വെച്ചാണ് നമ്മുടെ ഈ 2 ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് 2 ദിവസത്തേക്കുള്ള സ്റ്റേയും ഫുഡും എല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ റിസോർട്ടിൻ്റെ എൻട്രൻസിൽ എത്തുന്നത് മുതൽ ഇതിൻ്റെ അകത്തേക്ക് കയറി നമ്മൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് ക്രിക്കറ്റ് തീം ബേസിലാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ സാധാരണ പോകുന്ന റിസോർട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ആംബിയൻസ് എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ട് ഇനോഗ്രേഷൻ ചെയ്തത് നമ്മുടെ സ്വന്തം കപിൽ ദേവാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് വെൽക്കം ഡ്രിങ്കുമായിട്ട് ഇവിടെ റിസപ്ഷനിൽ ആളും റെഡിയായിരുന്നു. ഇത് നമുക്ക് മാത്രമല്ല, ഈ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ രീതിയിലുള്ള ഒരു വെൽക്കം തന്നെയായിരിക്കും ഇവിടെ ഇവർ കൊടുക്കുന്നത്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് എല്ലാം എടുത്തതിന് ശേഷം നേരെ നമ്മൾ ചെക്ക് ഇൻ ഫോർമാലിറ്റിക്കാണ് പോയത്. അങ്ങനെ റൂമിൻ്റെ കീ എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിൽ പോലും റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഏറെ എക്സൈറ്റിംഗ് ആയത് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് എല്ലാം നടന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ റൂമിലേക്ക് പോയത്. നമ്മൾ ഈ കാണുന്നൊരു ഫോട്ടോ എന്ന് പറയുന്നത് 1983 ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷമുള്ള ആ ഒരു ഫോട്ടോയുടെ ഡ്രോയിങ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീംസും ഫോട്ടോസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ ഒരു കോറിഡോറിൽ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നിന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്ന ഈ ഒരു ആർച്ച് 1983 നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ച ആ ഒരു ടൈമിൽ ഗാംഗുലി ബനിയനെല്ലാം ഊരി കറക്കുന്ന ആ ഒരു ആർച്ച് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ലോഡ്സ് 83 സ്റ്റേഡിയത്തിലെ ആർച്ച്, അതേ തീമിലാണ് ഈ ഒരു ആർച്ചും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ നടന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ നമുക്ക് ചെറിയ ഇൻഡോർ ഗെയിംസ് എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എബിനുമായിട്ട് ഇവിടെ കുറച്ച് നേരം നിന്ന് ഇൻഡോർ ഗെയിംസ് എല്ലാം കളിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് പോയത്. എബിനെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും വീഡിയോയിലൂടെ കാണുന്നത്. പക്ഷേ എൻ്റെ ചാനൽ ആദ്യം തൊട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു സോങ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചാനലിൻ്റെ സോങ് ചെയ്തു തന്നത് എബിനും സിജോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും കൂടിയാണ്. കറൻ്റ്ലി നമ്മുടെ ചാനലിന് വേണ്ടി എബിൻ ചെയ്തു തന്ന ഒരു സോങ് ഉണ്ട്. എന്തായാലും അധികം താമസിയാതെ തന്നെ ആ ഒരു സോങ് അടിപൊളി കുറേ വിഷ്വൽസോടുകൂടി നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അങ്ങനെ ഗെയിംസ് എല്ലാം കളിച്ച ക്ഷീണത്തിൽ താഴെ റെസ്റ്റോറൻറ്റിൽ പോയി 2 ജ്യൂസ് എല്ലാം കുടിച്ചതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് പോയത്. നമുക്കിന്ന് തന്നിരിക്കുന്ന റൂം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ലയാണ്. ഇവിടുത്തെ റൂംസ് എല്ലാം തന്നെ വളരെ ലക്ഷറീസ് ആയിട്ട് ഇതുപോലെ വളരെ നല്ല ഇൻറ്റീരിയർ ഒക്കെ ആയിട്ടുള്ള റൂംസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ പോലും വളരെ അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് സ്പായും അതുപോലെ ജിമ്മെല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ റൂമിൽ പോയി ചെക്കിനെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ജിമ്മിലേക്ക് പോയി. ഈവനിങ് ആയപ്പോഴേക്കും കുറച്ച് നേരം വർക്കൗട്ട് എല്ലാം ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ ഈ റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് ടീമും അതുപോലെ നാളെ ട്രെയിനിങ് എടുക്കാനായിട്ടുള്ള നമ്മുടെ ട്രെയിനിങ് ടീമും കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസ്കഷനെല്ലാം നടത്തി ഒരു കറക്റ്റ് പ്ലാൻ എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ വ്യക്തമായ രീതിയിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ അതിരാവിലെ തന്നെ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോഡ്സ് 83 എന്ന് പറയുന്ന നമ്മുടെ ലക്ഷറീസ് ആയിട്ടുള്ള ക്രിക്കറ്റ് തീം ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു റിസോർട്ടിലേക്ക് എത്തി തുടങ്ങി. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒന്ന് സെറ്റായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം എത്തി. അവർ ചെക്ക് ഇൻ ഫോർമാലിറ്റിയും എല്ലാം തീർത്ത് നമ്മുടെ ഹാളിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഈ കാണുന്നൊരു ഹാളിലാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. അത്യാവശ്യം വലിയൊരു ക്രൗഡിന് വരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്ലോക്ക് 2025 എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ, അതായത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര്. അങ്ങനെ വന്ന ആളുകളെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു വെൽക്കം എല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ ഹാളിനകത്തേക്ക് കടത്തിവിട്ടത്. അങ്ങനെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഫോർമൽ ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസും വെൽക്കം സ്പീച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷമാണ് നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ആ ഒരു ബോണ്ടിങ് ഉണ്ടാവാനായിട്ട്
ആദ്യം തന്നെ ചെറിയൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എല്ലാം വെച്ചതിന് ശേഷമാണ് നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഇന്ന് കവർ ചെയ്യാനുണ്ടായിരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മാസ്റ്ററിങ് ദ ആർട്ട് ഓഫ് വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്യാമറയുടെ സെറ്റിങ്സ്, ലൈറ്റിംഗ്, ഫ്രെയിമിംഗ്, അതുപോലെ തന്നെ നമ്മുടെ റൂൾ ഓഫ് കോമ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും ലൈവായിട്ടുള്ള നമ്മുടെ ക്യാമറയിലെ കുറേ ഡെമോയും, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നവർക്ക് സ്മാർട്ട് ഫോണിൻ്റെ കുറേ ടെക്നിക്സും, അങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരുന്നു നമ്മുടെ ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ, കളർ ഗ്രേഡിംഗ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ്, അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും എല്ലാം ലൈവ് ആയിട്ടുള്ളൊരു ഡെമോ, ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മൾ സെക്കൻഡ് പോർഷനിൽ കവർ ചെയ്തത്. ഇതിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് കട്ട് കീസ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ഫ്രെയിമിങ്ങിൻ്റെ ആ ഒരു ആസ്പെക്ട്സും അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ചെറിയൊരു ഹോംവർക്ക് പോലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ട്, അത് കവർ ചെയ്ത് അത് വെച്ച് നല്ലൊരു റീല് ചെയ്യുക. അങ്ങനെ നല്ല റീൽ ചെയ്യുന്ന ആൾക്ക് ഒരു അടിപൊളി പ്രൈസും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പ്രോഗ്രാമിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടു. വടക്ക് തിരിഞ്ഞ് വാർവട്ട വീശി കുമ്പിടുന്നേ, തെക്ക് തിരിഞ്ഞ് തിരുവിടം വീശി കുമ്പിടുന്നേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. 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 കെട്ടി ചൂട്ടി കിഴക്കോട്ടു തിരിഞ്ഞ സൂര്യ ഭഗവാനെ കൈതൊഴുന്നേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. ആശരിമണി കൂട പെരുമ്പുഴ ദൈവേ, ആശരിമണി വേല കണ്ടുനില്ലേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. തട്ടംപാടി കൂട പെരുമ്പുഴ ദൈവേ, തട്ടംപാടി വേല കണ്ടുനില്ലേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. തുഷരിമണി കൂട പെരുമ്പുഴ ദൈവേ, തുഷരിമണി വേല കണ്ടുനില്ലേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. ആതിരം ആതിരോ ആതിരം പൊന്നൈവേ, ആതിരം അരന്തിത്ര നേരം വൈകേ. അങ്ങനെ പ്രോഗ്രാം എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പോയത് ഡിന്നർ കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഈ കാണുന്നൊരു റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡെല്ലാം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ഫുഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടുത്തെ മെനു ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ നാടൻ ഫുഡ് ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റി ഫുഡാണ് നമുക്കായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല.
കാരണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഫുഡിന്. ഞാൻ വെറുതെ തള്ളുന്നതൊന്നുമല്ല കേട്ടോ, നിങ്ങൾ ഡയറക്റ്റ് പോയി ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ റിസോർട്ടിൻ്റെ നൈറ്റിലെ ആംബിയൻസ് ഒന്ന് കാണാനുള്ള പരിപാടിയാണ്. കാരണം ലൈറ്റ് എല്ലാം ഇട്ട് വന്നപ്പോഴേക്കും ഈ ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസ് കംപ്ലീറ്റ്ലി ചേഞ്ചായി. നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ആളെല്ലാം ഒഴിഞ്ഞ് വിജനമായ ഒരു ടൈമിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കിയേ, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട്, നമ്മുടെ ബാൽക്കണിയുടെ കാഴ്ചകളെല്ലാം കണ്ട്, ഈ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിഷ്വൽ നൈറ്റിൽ കറങ്ങി നടന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയത്. നമ്മൾ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വരികയാണെങ്കിൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. നൈറ്റ് ടൈമിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നടക്കാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും സംസാരിച്ചിരിക്കാനും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ്. നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഈ ഒരു ടണലിൽ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ റിസപ്ഷൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ടണൽ വരുന്നത്. അപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ടണൽ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിക്കറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചറിയാനായിട്ടുള്ളത് ഇവിടെ ഉണ്ടാവും. അങ്ങനെ നൈറ്റ് കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ അതിരാവിലെ തന്നെ ഇതിൻ്റെ തൊട്ടുപുറകിലുള്ള ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് ചെറിയൊരു മോർണിംഗ് വാക്ക് എല്ലാം പോയതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡേയിലെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള ബോബിറ്റ് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ക്ലാസ് കേട്ടപ്പോഴാണ് നമ്മൾ മൈന്യൂട്ടായിട്ട് വരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. അങ്ങനെ ഈ ഒരു സെഷന് ശേഷം നമ്മൾ ഇന്നലെ ചെയ്ത ആ ഒരു റീൽസിൻ്റെ റിവ്യൂവും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഏത് റീലിലാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലോഡ്സ് 83യുടെ ഇൻസ്റ്റാ പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്കും അതുപോലെ ഈ ഒരു റിസോർട്ടിൽ ആർക്കെങ്കിലും റൂംസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ കംപ്ലീറ്റ് തിരക്കും തീർത്തതിന് ശേഷം ഈ കാണുന്നൊരു ഇൻഫിനിറ്റി പൂളിൽ ഈ കാണുന്ന മലനിരകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ചെറിയൊരു കുളിക്കാനുള്ള പ്ലാനാണ്. സാധാരണ ഇൻഫിനിറ്റി പൂള് നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഇൻഫിനിറ്റി പൂള് കുറച്ച് നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫിനിറ്റി ഫീല് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. എന്തായാലും ഈവനിങ്ങിൽ ഈ കാണുന്നൊരു ഗോൾഡൻ ലൈറ്റിൽ ഇവിടെ വന്ന് ഇങ്ങനെ കുളിക്കാനായിട്ടും ഒരു പ്രത്യേക രസം തന്നെയാണ്. എന്തായാലും ഓൾ ഇന്ത്യ തലത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന് ഇതുപോലെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എൻ്റെ അറിവുകൾ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ഇത്രയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇതുപോലെ ഒരു അടിപൊളി അവസരം ഒരുക്കി കൊടുത്ത ലോഡ്സ് 83ക്ക് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.